എല്ലാവർക്കും നമസ്കാരം. മനസ്സിൻ്റെ മണിച്ചെപ്പിൽ ഒരു മയിൽ പീലി പോലെ സൂക്ഷിച്ചു വെച്ച സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം വളരെ സുന്ദരാണല്ലേ. കുന്നിക്കുരു പോലെ കൂട്ടിവെച്ച കുറേ ഓർമ്മകൾ, കൂട്ടുകാരുമായി പിണങ്ങിയും ഇണങ്ങിയും കളിയും ചിരിയും സന്തോഷവും സങ്കടവും ഒക്കെ നിറച്ചു വെച്ച ഒരു ഓർമ്മച്ചെപ്പ്. ഒന്ന് തുറന്നു നോക്കിയാലോ. എൻ്റെ പേര് ലീന എം.ജെ. നാട്ടിക. ചെറുപ്പത്തിൽ തന്നെ പോളിയോ ബാധിച്ച് 2 കാലും തളർന്നു പോയെങ്കിലും അപ്പൻ്റെയും അമ്മയുടെയും കരുതലോടെയുള്ള സ്നേഹത്താൽ എന്നെ പഠിപ്പിക്കാൻ കാണിച്ച ആ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാവട്ടെ തുടക്കം. ആ പഴക്കം ചെന്ന പഠനകാലം ഓരോന്നും ഓർമ്മയിൽ അങ്ങനെ ഇപ്പം തെളിഞ്ഞു വരികയാണ്. സൗഹൃദവും ജീവിത പാഠങ്ങളും ഏറെ ലഭിച്ച കാലം, കുസൃതിയും കുറുമ്പും ഒത്തിരി നുകർന്ന കാലം. ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെങ്കിലും ഹൃദയത്തിൽ ഒളിമങ്ങാത്ത ശോഭയിൽ ഇന്നും ആ കുട്ടിക്കാലം തിളങ്ങി നിൽക്കുന്നു. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ നാട്ടിക സെൻട്രൽ UP സ്കൂളിലാണ് പഠിച്ചത്. ആദ്യമൊക്കെ അമ്മ എടുത്തുകൊണ്ടാണ് പോവുക. പിന്നെ അപ്പൻ സൈക്കിളിൽ കൊണ്ടു ചെന്നാക്കും. മഴയുള്ള ദിവസവും കുടയും പിടിച്ചിട്ട് അമ്മയുണ്ടാവും കേട്ടോ കൂടെ. എനിക്ക് 3 ആങ്ങളമാരാണ്. 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൈക്കൊണ്ട് തിരിച്ചു പോകുന്ന ഒരു സൈക്കിളുണ്ട്. വയ്യാത്തവർക്ക് ഇങ്ങനെ കൈക്കൊണ്ട് ഇങ്ങനെ തിരിച്ചു പോവാം. അങ്ങനത്തെ ഒരു സൈക്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് മടിയായിരുന്നു അതിൽ പോകാൻ. എല്ലാവരും എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഒരു മടി, ഒരു അപകർഷതാബോധം. പിന്നെ കൂട്ടുകാർ ഒരുമിച്ച് ഒന്നിച്ച് പോകും. അവരെല്ലാവരും സൈക്കിള് ഉന്തിത്തരും. അങ്ങനെ രസകരമായിട്ട് ഒരുമിച്ച് പോണത് അപ്പോഴൊക്കെ എനിക്ക് പിന്നെ അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏറ്റവും ഇഷ്ടത്തോടെ തന്നെയാണ് പിന്നെ സ്കൂളിൽ പോയിരുന്നത്. സ്കൂളിൻ്റെ തൊട്ട് മുന്നിൽ ഒരു പെട്ടിക്കടയും പിന്നെ സ്കൂളിനോട് ചേർന്ന് തന്നെ വേറൊരു അത്യാവശ്യം എല്ലാ സാധനങ്ങളുള്ള ഒരു കടയുണ്ട്. നമ്മൾ ഈ പെട്ടിക്കടയിൽ എത്തുമ്പോഴേ അവിടെ നിറച്ച് മിഠായിയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ മേടിച്ചും ചുവന്ന ബബ്ലൂസ് നാരങ്ങയുടെ അല്ലി ഉണ്ടാവും, അത് പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, പിന്നെ അതൊക്കെ മേടിച്ചിട്ടാണ് പോവുക. അപ്പോൾ ചിലവരുടെ കയ്യിൽ പൈസ ഉണ്ടാവും, അപ്പോൾ ചിലവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. എങ്കിലും അതൊക്കെ നമ്മൾ ഒരാൾ മേടിച്ചാൽ അതൊക്കെ പങ്കിടും. വായിൽ വെള്ളം വരുന്നു. ഇന്ന് ഇതൊക്കെ നമ്മുടെ അടുത്തുണ്ടെങ്കിലും അന്ന് കൂട്ടുകാർ ഒരുമിച്ച് പങ്കിട്ട് തിന്ന ആ രസമൊന്നും ഇന്നില്ല കേട്ടോ. കാരണം മതിവരോളം തിന്നാൻ അന്ന് കിട്ടില്ല. കിട്ടിയത് മിക്കവാറും നമുക്കിങ്ങനെ പോരാതെ വരുമല്ലോ. അപ്പോൾ കൂടുതൽ മേടിക്കാനാണെങ്കിൽ നമ്മളിൽ അന്ന് കാശുണ്ടാവില്ല. അന്നൊക്കെ കശുമാവ് തോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ അവിടെ നിന്ന് കശുനണ്ടി പറക്കിയിട്ട് വിറ്റൊക്കെയാണ് ഈ ആൺകുട്ടികൾ കാശ് കൊണ്ടുവരിക. അപ്പം അന്ന് കോലൈസ് ഒക്കെ ഇല്ലേ, കോലൈസ് മേടിക്കാൻ 5-10 കശുനണ്ടി കൊടുത്താൽ അത് തരും. ഞാൻ അപ്പനോട് അങ്ങനെ കാശ് ചോദിക്കാറില്ല കേട്ടോ. 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ അപ്പൻ അടുത്തുണ്ടെങ്കിൽ മിഠായി മേടിക്കാൻ കാശൊക്കെ തരും. അത് കാശ് വേണമെന്ന് ഞാൻ പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചികിത്സയ്ക്ക് ഒരുപാട് കാശ് ചിലവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ കാശ് മിഠായി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറില്ല. പക്ഷേ പിന്നെ അപ്പൻ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും മിഠായിയും ഒക്കെ മേടിച്ചു കൊണ്ട് വരികയും ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ പിള്ളേർ വല്ലോരെ പറമ്പിൽ നിന്നും മാങ്ങ എറിഞ്ഞ് വീഴ്ത്തിയിട്ട് അവിടുന്ന് കുറേ ചീത്തയൊക്കെ കേൾക്കും. എന്നാലും അവിടുന്ന് അത് എറിഞ്ഞ് വീഴ്ത്തി വന്ന് കല്ലുമ്മ കുത്തി ചതച്ച് ഉപ്പ് കൂട്ടിയിട്ട് തിന്നാൻ തരും. അത് എന്താ അതിൻ്റെ ഒരു രസം. അതുപോലെ തന്നെ കോൽപ്പുളിയും അതും സൂപ്പറായിരുന്നു കേട്ടോ. അതിനൊരു പ്രത്യേക രുചി ഉണ്ടായിരുന്നു. പിന്നെ ആ കടയിൽ നിന്ന് കിട്ടുന്ന തേനിറ്റ് വീഴുന്ന തേനിലാവ്, ഈ കടിച്ചാ പിടിച്ച് ബുൾട്ട എന്നൊക്കെ പറയും. പിന്നെ ജീരക മിഠായി, കപ്പലിൻ്റെ മിഠായി എന്നിങ്ങനെ കുറേ തരം മിഠായി ഉണ്ടാവും. പിന്നെ മാഷ്മാരും ടീച്ചർമാരൊക്കെ നല്ല സ്നേഹത്തോടെ തന്നെയാണ് നമ്മളെ പരിപാലിച്ചിരുന്നത്. അറബി മാഷെ ഒട്ടും മറക്കാൻ പറ്റില്ല. നല്ല സ്നേഹമുള്ള മാഷായിരുന്നു കേട്ടോ.
പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ ആൾ മുണ്ടുമ്മ ഒറ്റടി അടിക്കും. അപ്പം എല്ലാവരും പേടിച്ചിട്ട് ഓടും. പാവണ മാഷ നമ്മളടിക്കൊന്നുമില്ല, എന്നാലും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാഷുടെ മുണ്ടുമ്മ തന്നെ ഒന്ന് അടിക്കും. പിന്നെ മലയാളത്തിൻ്റെ മുകുന്ദൻ മാഷ്, രാംദാസ് മാഷ്, ഇംഗ്ലീഷിൻ്റെ അങ്ങനെ PT മാഷ്, അവരൊക്കെ നല്ല ഓർമ്മയിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ ആ മനോഹരമായ കാലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും സുന്ദരമായിട്ട് കുറേ ഓർമ്മകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ ആൺകുട്ടികൾ പെൻസിലൊക്കെ കൊണ്ട് കളയും. അപ്പോൾ നമ്മുടെ കയ്യിൽ 2-3 പെൻസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് പെൻസിലിന് വേണ്ടിയിട്ട് അവർ ഈ സാധനങ്ങളൊക്കെ അവരിൽ ഇങ്ങനെ കാശൊക്കെ ഉണ്ടാവും, ഈ കശുവണ്ടി പറക്കി വിറ്റിട്ടുള്ള കാശൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ കടയിൽ പോയിട്ട് ഈ പെൻസിൽ മേടിച്ചില്ലെങ്കിലും മിഠായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ മേടിക്കും. അപ്പം നമ്മളേന്ന് എഴുതേണ്ട നേരമാകുമ്പോഴാവും ഇത് ഓർക്കുന്നത്. അപ്പോൾ എന്തു ചെയ്യും, മിഠായിയോ അല്ലെങ്കിൽ എന്താ പറയുക, ഈ നെല്ലിക്ക അതൊക്കെ നമുക്ക് തന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പെൻസിൽ അവർ മേടിക്കും. അവർക്ക് എഴുതിയില്ലെങ്കിൽ ആ നേരത്ത് നല്ല പെട കിട്ടും മാഷിൻ്റെ കയ്യിൽ നിന്ന്, അത് പേടിച്ചിട്ട്. അതുപോലെ തന്നെയാണ് അവർ ഹോംവർക്ക് ചെയ്യാതെയാണ് വരിക, അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഇത് കാണിച്ചു തരുമോ, കാണിച്ചു തന്നാൽ പകരം ഇതൊക്കെ തരുമോ അവർ. അപ്പോൾ നമ്മൾ അത് അവർക്ക് ഈ ഒരു കാര്യം കിട്ടുന്നതുകൊണ്ടൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അവർ ആ ഹോംവർക്കൊക്കെ എഴുതി അവരും അടി കിട്ടാണ്ട് രക്ഷപ്പെടും. അങ്ങനെയുള്ള കുറേ ഓർമ്മകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രശ്നമുള്ള കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരീക്ഷാക്കാലമാണ്. അതിൽ മാർക്ക് കുറഞ്ഞ പിള്ളേരെയൊക്കെ മിക്കത് ആൺകുട്ടികളായിരിക്കും ഈ ബെഞ്ചിൻ്റെ മേലിലൊക്കെ കയറ്റി നിർത്തും. കൂട്ടുകാരെയൊക്കെ നമ്മളങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും. പക്ഷെ അവർക്കതൊരു വിഷമം ഒന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ അവർ പൂർവാധികം ശക്തിയോടെ കളികളിലൊക്കെ ഏർപ്പെടുക. കല്ലുകളി, വളപ്പൊട്ട് കളി, നൂറാങ്കോല്, പോലീസ് മന്ത്രി കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് കടലാസിലൊക്കെ എഴുതിയിട്ടുള്ള കളി, പിന്നെ അങ്ങനെ കുറേ കളികൾ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഓടിക്കളി, ഒളിച്ചുകളി, അതൊന്നും എനിക്ക് പറ്റില്ല, പക്ഷേ അത് കാണാൻ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഈ ഒളിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കണ്ടുപിടിക്കാൻ വരുമ്പോൾ അത് നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കും, അവർ ഇന്ന ഭാഗത്തുണ്ടെന്ന്. അതൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വരികയാണ് ഇപ്പം നടക്കണ പോലെ. ഇതിനിടയിൽ ആൺകുട്ടികളുടെ ചെറിയ അടിയും പിടിയൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടാവും കേട്ടോ. ഹൈസ്കൂൾ കാലഘട്ടം ചാലക്കുടിയിൽ പഠിച്ചു. അടുത്ത് സ്കൂളില്ലാത്തത് കൊണ്ട് ചാലക്കുടിയിൽ ഒരു ശാന്തി ഭവൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഈ സ്കൂൾ ജീവിതത്തിൻ്റെ നേരെ മറിച്ചായിരുന്നു അവിടുത്തെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അമ്മയെ വിട്ടു നിൽക്കുന്ന വേദനയായിരുന്നു മിക്ക ദിവസവും. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ ഭയങ്കര വിഷമമാണ്. പിന്നെ സ്കൂളിലേക്ക് പോയിരുന്നത് അങ്ങനെ അന്ന് പിന്നീട് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഷൂ ഒക്കെ ഇട്ടിട്ടാണ് പോയിരുന്നത്. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ തൊട്ടാവാടീനെ തട്ടിയിട്ടാണ് അങ്ങനെ പോവുക. അതൊക്കെ ഇപ്പോൾ ഓർമ്മയിലുണ്ട് കേട്ടോ. പിന്നെ അന്ന് അവിടുത്തെ പഠനത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത പഠിക്കാൻ ഇടവന്നിട്ടുണ്ട്. കാരണം നമ്മളെല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യണം. അപ്പോൾ അവിടെ അങ്ങനെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് അവിടെ നല്ലൊരു സുഹൃത്തിനെ കിട്ടി. അവിടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ചെല്ലുമ്പോൾ തന്നെ, ഞാൻ 8ലാണ് അവിടെ ചെന്നത്. അപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഡെറ്റി എന്നാണ് പേര്. അവൾക്ക് കൈ ഇല്ല. അപ്പോൾ അവൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം അവൾക്ക് നേരിടേണ്ടി വന്ന ജീവിത പ്രതിസന്ധിയൊന്നും നമുക്കില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ അവളെ ഓർക്കും. അവൾക്ക് ജീവിതത്തെ നേരിടാന്നുണ്ടെങ്കിൽ നമുക്കെന്താ കുഴപ്പം എന്നാണ് നമ്മൾ ചിന്തിക്കാറ്. ഇപ്പോഴും അന്നത്തെ ആ ചെറുതിലുള്ള ആത്മബന്ധം ഇന്നും വളരെ ആത്മാർത്ഥതയോടെ തുടരണം കേട്ടോ. അതാണ് ഹൈസ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഗുണം. പിന്നെ അവിടെ നിന്ന് പഠിച്ചു വന്നു. പിന്നെ 10ാം ക്ലാസ് പാസ്സായി ഇവിടെ കോളേജിൽ ചേർന്നു, അവിടെ പഠിച്ചു. അങ്ങനെ കുറച്ച് സമയം ഓർമ്മയിലെ മുത്തുക്കുടയിലെ ഓരോ മുത്തുകൾ പോലെ കുറച്ചൊക്കെ ഓർത്തെടുക്കാൻ സാധിച്ചു. അത് പങ്കുവയ്ക്കുകയും സ്നേഹവും സാഹോദര്യമൊക്കെ പങ്കുവെച്ച നിമിഷങ്ങൾ തന്ന ദർശന സ്നേഹ സംഗമ ഗ്രൂപ്പിന് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു.